വിഷയത്തിൽ ചേട്ടൻ സ്വീകരിച്ച നിലപാടിൽ തിരുത്തൽ വേണ്ടിവരും എന്ന് ചിന്തിച്ചു. കഴിഞ്ഞ വീഡിയോ ഏറെക്കുറെ അതായിരുന്നു. രാഹുലിനെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത വൈകൃത മനോരോഗത്തിന് അടിമയാണ് അയാൾ. 17 വയസ്സുള്ള ഒരു കുട്ടി ഡിപ്രഷനിലാണ്. എന്നോട് നേരിട്ട് ഇവന്റെ പരിപാടികൾ 1.5 വർഷം മുമ്പ് പറഞ്ഞ സിനിമാ നടിമാരുണ്ട്. എല്ലാവരോടും വിവാഹം എന്നാണ് റൂട്ട്. പിന്നെ അത് ഇറക്കി വിട്ടു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ പരാതി പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയത്തില്ല. അതൊരു ആണാണോ അതൊരു പെണ്ണാണോ പരാതി കൊടുത്തത് പോലും നമുക്ക് ആർക്കും അറിവില്ല. ഇന്ന് ജാമ്യം പരിഗണിക്കാതിരിക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിഷയം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ട ടൈമിൽ തന്നെ ഈ ഒരു കോൺടെസ്റ്റിലെ നമ്മുടെ ഒരു നിലപാട് നമ്മൾ വ്യക്തമാക്കിയിരുന്നു. രണ്ടുപേർ ചേർന്ന് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിലൊരാൾ മാത്രം തെറ്റുകാരനാവുകയും മറ്റേയാളെ വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യത്തോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ബ്ലെയിം ചെയ്യപ്പെടുമ്പോൾ രണ്ടുപേരും ബ്ലെയിം ചെയ്യപ്പെടണം എന്ന് തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇതിനെ കുറച്ച് അധികമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന രാഹുൽ ഈശ്വറിനെ പിടിച്ച് ജയിലിലാക്കിയേക്കുന്ന ആ ഒരു പരിപാടിയെ ജനാധിപത്യരഹിതമായിട്ടൊരു കാര്യമായിട്ടായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്നോട് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. കാര്യം മറ്റൊന്നുമല്ല, കല്യാണം കഴിഞ്ഞേക്കുന്ന ഒരു യുവതിയാണെന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് രാഹുൽ ഈശ്വർ പറഞ്ഞതുകൊണ്ട് തന്നെയാണ്. വേറെ ഒരു മീഡിയസും അല്ല ഇവിടെ പറഞ്ഞത്. അങ്ങനെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കല്യാണം കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ വിചാരിക്കുക? ഓക്കെ, ആ ലേഡി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്നുള്ള രീതിയിൽ തന്നെയല്ലേ നമ്മൾ വിചാരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ രണ്ടുപേർ ചേർന്ന് ചെയ്ത ഒരു തെറ്റിൽ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ബ്ലെയിം ചെയ്യപ്പെടുമ്പോൾ മറ്റേ ആളും ബ്ലെയിം ചെയ്യപ്പെടണം എന്ന് തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് കരുതിയിട്ട് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മറ്റേതെങ്കിലും ഇയാളെ പറ്റിയുള്ള കൂടുതൽ വിഷയങ്ങൾ വരുമ്പോൾ ഇയാളുടെ ഭാഗത്ത് ന്യായമില്ലാത്തൊരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സംസാരിക്കും എന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോക്കകത്ത്. പക്ഷേ ഇതിനകത്ത് മീഡിയാസ് കാണിച്ചിരിക്കുന്ന വേറെ കുറച്ച് പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഈശ്വർ ആ ഒരു ലേഡീൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഐഡന്റിറ്റി വെളിപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാനാണെങ്കിൽ മറ്റേ ഫോട്ടോ വെളിപ്പെടുത്തി, അപ്പോൾ ഇടയത് AI വെച്ച് ക്രിയേറ്റ് ചെയ്തൊരു തംബ്നെയിലാണെന്നുള്ളത് ഏത് കുഞ്ഞിനും മനസ്സിലാവുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇവിടുത്തെ മീഡിയസിന് മനസ്സിലായില്ല. അങ്ങനെ പറയുന്ന മീഡിയസ് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പച്ചക്കളം ശരിയാണ്, രാഹുൽ മാങ്കൂട്ടം ഭൂലോക ഉടായിപ്പാണ്, ഭൂലോക വിഷയമാണ്, അയാളുടെ പേരിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷെ എന്ന് കരുതിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുവിടുക, ഇതിൻ്റെ ഇടയിൽ കൂടെ തിരികെ കയറ്റുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. രാഹുൽ ഈശ്വർ ആ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഫോട്ടോ പുറത്തേക്ക് കിട്ടുമെന്ന് പറഞ്ഞ സാധനത്തോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റൂടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം അതിൻ്റെ പേരിൽ കേസെടുത്ത് ഉള്ളിൽ ഇടേണ്ടുന്നത് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസിനെയാണ്. കാരണം ആ ഒരു ലേഡിയുടെ വോയിസ് ക്ലിപ്പ് വരെ പുറത്ത് വിട്ടേക്കുന്ന ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസ് ആണ്. ആ ലേഡീനെ അടുത്തറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവൂലേ ആ ഒരു ശബ്ദം ആരുടെയാണെന്ന്. അങ്ങനെ ഐഡന്റിറ്റി വെളിയിലോട്ട് ആവുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസിനെ അകത്തിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ തൊട്ട് കേരളത്തിൽ ഒരൊറ്റ മലയാളം ചാനൽ പോലും കാണൂല. അപ്പോൾ മീഡിയസ് അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ട് വേണം ഇത്തരം പച്ച കള്ളങ്ങൾ പടച്ചു വിടുമ്പോൾ ആലോചിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ അഖിൽ മാരാറ് വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു ലേഡിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൂടെ? തീർച്ചയായിട്ടും ഉണ്ടാവുക. അങ്ങനെ പലരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു സഹായം അഭ്യർത്ഥിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അങ്ങനെ ചെന്നപ്പോൾ അയാൾ ആ ഒരു അവസരത്തെ വിനിയോഗിക്കുക മുതലെടുക്കുകയായിരുന്നു എന്നൊക്കെയായിരുന്നു അഖിൽ മാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിയാണ്, ഒരു എന്താ പറയുക, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിന്നുകൊണ്ട് അയാൾ ഒരുപാട് പെണ്ണുങ്ങളായിട്ട് ചെയ്തിരിക്കുന്ന പരിപാടികൾ അയാൾ കീപ്പ് ചെയ്യേണ്ട ചില റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് അയാൾ ചെയ്തിട്ടില്ല. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഒരു ഭാര്യ ഭർത്താവ് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ ഒരു പോലീസ് സ്റ്റേഷനിലോട്ടോ വക്കീലിൻ്റെ അടുത്തോട്ടോ ഒന്നും അല്ല നമ്മൾ പോകുന്നത്. നേരെ നമ്മൾ അടുത്തുള്ള ഒരു MLA യുടെ അടുത്താണ്, സോക്കോൾഡ് MLA യുടെ അടുത്താണ് നമ്മൾ പോകുന്നത്. ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു MLA യുടെ അടുത്ത് പോയിട്ടാണ് നമ്മൾ പറയുന്നത് എനിക്കിതുപോലെ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നതല്ലേ. നിങ്ങൾ ആ ഒരു ചാറ്റ് കണ്ടാണെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ആ ചാറ്റിനകത്ത് എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം എന്ന് ഒരു സാധനം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോഴത്തേക്കിന് പിൽസ് മുഖ്യം എന്ന് പറഞ്ഞേക്കുന്നത് ആ ഒരു ലേഡിയായിരുന്നു. അപ്പൊ ഇതിനകത്ത് ആരാണ് ശരി? ആൻഡ് ഒരു കാര്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യാനും ഒരാളെ നെഗറ്റീവായിട്ട് പറയാനും നമുക്ക് പറ്റൂല. കാര്യം ഇവിടെ ഒന്നും ശരിയല്ല. ഈവൻ ഈ കാര്യങ്ങൾ നമ്മളിലോട്ട് എത്തിക്കുന്ന ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസ് പോലും ശരിയല്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ആൻഡ് ഇതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു ഇലക്ഷൻ സമയത്ത് കുറേ ഗിമിക്കുകൾ കാണിക്കുന്ന, ശബരിമലയിലെ വിഷയം താഴ്ത്തി കിട്ടുന്ന അല്ലെങ്കിൽ അത് തേച്ചുമാച്ച് കളയാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്താണെന്ന് അറിയാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിലിരിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കുകയുടെ. കമ്മ്യൂണിസം എന്താണെന്ന് ഈ അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലും വായിച്ചിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും ഈ ഭരണത്തിൽ കയറിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ വന്നേക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നേക്കുന്ന അടുത്തൊരു പരാതി കൂടി ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള ഒരു ബൈറ്റ്, കൂടുതൽ ഡീറ്റെയിൽസ് മറുനാടൻ മലയാളിയിൽ വന്നേക്കുന്ന ഒരു ന്യൂസ് ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ആ പരാതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്. വർഷങ്ങളെ രാഹുലിനെ അറിയാം. 2023 സെപ്റ്റംബറിൽ രാഹുൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയം പുതുക്കി. വളരെ ബഹുമാനത്തോടെയാണ് ആദ്യം സന്ദേശം അയച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ ആവശ്യപ്പെട്ട പ്രകാരം ടെലഗ്രാം നമ്പർ നൽകി. തുടർന്ന് എന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെന്നും രാഹുൽ അറിയിച്ചു. എന്റെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം തടസ്സമാകില്ലെന്നും പറഞ്ഞു. ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല. എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കുടുംബ വിവാഹത്തിന് സമ്മതം മൂളി. ഇക്കാര്യം അറിയിച്ചപ്പോൾ ബന്ധുക്കൾക്കൊപ്പം വീട്ടിൽ വരാമെന്ന് രാഹുൽ സമ്മതിച്ചു.
അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞു. തുടർന്ന് ഫെനി നൈനാൻ എന്ന സുഹൃത്ത് ഓടിച്ച കാറിലാണ് രാഹുൽ വന്നത്. നഗരങ്ങളിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ഹോം സ്റ്റേ പോലുള്ള ഒരു കെട്ടിടം സുഹൃത്തിൻ്റെതാണെന്ന് രാഹുൽ പറഞ്ഞു. രാഹുലിനെ വിശ്വസിച്ചാണ് റൂമിലേക്ക് പോയത്. എന്നാൽ മുറിയിൽ കടന്നപ്പോൾ ഒന്നും സംസാരിക്കാതെ ബലം പ്രയോഗിച്ച് ശാരീരിക ബന്ധത്തിന് ശ്രമിച്ചു. ചെറുത്തെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നും അതിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നും രാഹുൽ പറഞ്ഞു. തുടർന്ന് എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. ഇതോടെ എനിക്ക് ശ്വാസതടസ്സമുണ്ടാവുകയും മരുന്ന് കഴിക്കേണ്ടി വരികയും ചെയ്തു. രാഹുൽ പീഡനം തുടരുകയായിരുന്നു. ക്രൂരമായ ആക്രമണത്തിൽ ശരീരത്തിൽ മുറിവുകളുണ്ടായി. ഇതിനുശേഷം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആരെയും വിവാഹം കഴിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും രാഷ്ട്രീയ ഭാവിക്ക് അത് ദോഷം ചെയ്യുമെന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി. ഇതോടെ ഞാൻ ആകെ തകർന്നുപോയി. മനഃപൂർവ്വം ചതിക്കാനുള്ള തന്ത്രമായിരുന്നു രാഹുലിൻ്റെത്. ഒരു മനസാക്ഷ്യമില്ലാതെ പെട്ടെന്ന് ഒരുങ്ങി അവിടെ നിന്ന് പോകാനാണ് രാഹുൽ ആവശ്യപ്പെട്ടത്. സുഹൃത്താണ് വീടിനടുത്ത് വരെ കാറിലെത്തിച്ചത്. വീട്ടുകാരോട് വിവരം പറയാൻ കഴിയാത്ത വിധം ഞാൻ തകർന്നു പോയിരുന്നു. വല്ലാത്ത മാനസിക സമ്മർദ്ദമാണ് ആ ദിവസങ്ങളിൽ അനുഭവിച്ചത്. ഒരു മാസത്തോളം അകന്നു കഴിഞ്ഞ രാഹുൽ പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും കാണാൻ ആവശ്യപ്പെട്ടു. പെൺകുട്ടികളെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയ അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വേട്ടക്കാരനാണ്. ഇത്തരം നീചമായ നീക്കങ്ങളിൽ നിന്നും അയാളെ തടയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നും പദവികൾ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു പരാതിയാണ് യുവതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു യുവതി ഉണ്ടോ? ആ യുവതിക്ക് അങ്ങനെ സംഭവിച്ചോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസാണ്. ക്രൈംബ്രാഞ്ച് വിവരം അന്വേഷിച്ചെന്നും തനിക്ക് പുറത്തു വരാൻ പേടിയായതുകൊണ്ട് പറഞ്ഞില്ല എന്നുമൊക്കെയാണ് യുവതി പറഞ്ഞത്. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, പൂട്ടേണ്ടത് തന്നെയാണ്. പിന്നെ അഖിൽമാരാർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടായി. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും രൂക്ഷമായിട്ട് സംസാരിക്കുന്നതിന്റെ മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. അതായത് അഖിൽമാരാറിന്റെ പരിചയത്തിൽ തന്നെ മുമ്പ് ഉണ്ടായിരുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഈ ഒരു അപ്രോച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയൊക്കെ ഇത്തരത്തിൽ സംസാരിക്കുന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനകത്ത് ഈ പറയുന്ന ഫെനി നൈനാൻ ഉണ്ടല്ലോ, ഈ ഫെനിയാണ് കാർ ഓടിച്ചത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മീഡിയാസിന് ബൈറ്റ് എടുത്ത് പറഞ്ഞിരുന്നു ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, നിരന്തരമായിട്ട് എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വീണ്ടും ഇവർ ഇത് തന്നെയാണ് ആവർത്തിക്കുക എന്ന് പറയുന്നുണ്ടായി. ഇന്ന് രാവിലെ മീഡിയയ്ക്ക് കൊടുത്തേക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഗുരുതരമായ ഒരു ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തിനായിരുന്നു ഈ ഗൂഢാലോചന എന്നതാണ് സംശയിക്കുന്നത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യ ഹർജി പരിഗണിക്കാതിരിക്കുന്ന ഈ അവസരത്തിൽ അത് തള്ളിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വ്യാജ പരാതി ഇപ്പോൾ പൊക്കിക്കൊണ്ടുവന്നത് എന്ന് സംശയിക്കുകയാണ്. ആ പരാതിയിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, എൻ്റെ പേരെടുത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഞാൻ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ഒരു ഹോം സ്റ്റേയിലാക്കി അവിടെ നിന്ന് തിരിച്ച് പിക്ക് ചെയ്ത് ഒരു റോഡരികിൽ ഇറക്കി വിട്ടു എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ പരാതി പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയത്തില്ല. അതൊരു ആണാണോ അതൊരു പെണ്ണാണോ പരാതി കൊടുക്കുന്നത് പോലും നമുക്കാർക്കും അറിവില്ല. ഇന്ന് ജാമ്യം പരിഗണിക്കാതിരിക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏത് വാഹനത്തിലാണ് ഞാൻ ആ ആളെ കയറ്റിക്കൊണ്ട് പോയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം. ഏത് ഹോം സ്റ്റേയിലാണ് ഞാൻ അവരെ കൊണ്ട് ഇറക്കിയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം. എവിടെ നിന്നാണ് പിക്ക് ചെയ്ത് എവിടെ നിന്നാണ് കൊണ്ടാണ് ഇറക്കിയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം. തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. ഇതെല്ലാം വ്യക്തമാക്കട്ടെ, അവരതിൻ്റെ തെളിവുകൾ ഹാജരാക്കട്ടെ. അവരുടെ കൈ തെളിവില്ല എങ്കിൽ പോലീസ് അത് അന്വേഷിച്ച് അതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടായെങ്കിൽ, എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടായെങ്കിൽ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറാണ്. ഇതിൽ കൂടുതൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണം ഈ വിഷയത്തെപ്പറ്റി? തീർത്തും അടിസ്ഥാനരഹിതമായ പച്ചക്കള്ളം ആണ് ആ പരാതിയിൽ മുഴുവനായിട്ട് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായ ഗൂഢാലോചനയാണ്. ഇതിൻ്റെ ഗൂഢാലോചന പുറത്തു വരണം. ഇതിൽ ഞാൻ ഇന്നലെ DGPക്ക് എൻ്റെ പരാതി ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. വക്കീലുമായി സംസാരിച്ച് കോടതി മുഖാന്തരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ ഏത് വിധേനയും തേജോവധം ചെയ്യാമെന്ന എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ നയം മൂലമാണ് ഇത്തരം വ്യാജ ഇരകൾ ഈ നാട്ടിൽ ഇപ്പോൾ ഉണ്ടാവുന്നത്. ഞാൻ ജനങ്ങളോട് പറയും, ഇങ്ങനെ ഒരു കേസിൽ എന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്, അതിൽ എനിക്ക് എതിരെ തെളിവുണ്ടെങ്കിൽ ഞാൻ ജനങ്ങളോട് പറയും, അഭ്യർത്ഥിക്കും. എനിക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് ഞാൻ ജനങ്ങളോട് അങ്ങ് അഭ്യർത്ഥിക്കും. അതിൽ കൂടുതൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ. പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തി, ഒരു വ്യാജ പരാതി കൊടുത്ത ആ വ്യക്തി അതിന്റെ തെളിവ് പുറത്തുവിടട്ടെ. ഇതിന് വലിയ ഒരു ഗൂഢാലോചനയുണ്ട്. അത് സർക്കാർ, പോലീസ്, ചില മാധ്യമങ്ങൾ, അങ്ങനെ വലിയൊരു സംഘം ആളുകൾ ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കാതിരിക്കുന്ന ഈ അവസരത്തിൽ ഈ പരാതി ഉയർന്നു വന്നത്. വെല്ലുവിളി തന്നെയാണ്. കാരണം നിസ്സംശയം പറയുന്നു, ഇങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ 27 വയസ്സായ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് വെല്ലുവിളിക്കുന്നത് തന്നെയാണ്. ഇവർ ഈ മീഡിയാസ് ഈ മൈക്കും ചൂണ്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ മറ്റേ തോക്കും ചൂണ്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാര്യം ഇവിടെ
ഫെനി അവിടെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഇങ്ങനൊരു കാര്യമില്ല, വെല്ലുവിളിക്കുകയാണ്, ഇങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ എനിക്കാരും വോട്ട് ചെയ്യേണ്ട എന്ന് തന്നെ ഇവിടെ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. ശക്തമായിട്ടൊരു നിലപാട് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആര് പറയുന്നതാണ് സത്യം, ആര് പറയുന്നതാണ് കള്ളം എന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷനാണ് ഒരു സാധാരണ ജനം എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. കാര്യം മീഡിയാസ് നമുക്ക് എന്താണ് ഫീഡ് ചെയ്ത് തരുന്നത്? ഇതേ മീഡിയാസ് ഞാൻ പറഞ്ഞില്ലേ തോക്ക് ചൂണ്ടുന്ന പോലെയാണ് നമുക്ക് തോന്നിയെന്ന് പറയുന്നതിന്റെ കാര്യം മറ്റൊന്നല്ല. എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോഴത്തേക്കിന് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടൻ നീറ്റ് ആൻഡ് ക്ലീൻ എന്നല്ല പറഞ്ഞേക്കുന്നത്, അയാളുടെ പേരിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, പെടേണ്ടുന്ന കേസിൽ അയാൾ പെടുക തന്നെ വേണം. അങ്ങനത്തെ കുറെ വിഷയങ്ങളെ കുറിച്ചൊക്കെ നമുക്കിനി മുന്നോട്ട് സംസാരിക്കാം. അപ്പം അതല്ലാതെ ഇത് എന്തെങ്കിലും ഒരു ആരോപണം ആർക്കെങ്കിലും എതിരെ വന്നു കഴിഞ്ഞാൽ, ഒരു പെണ്ണിനെതിരെ ആണെങ്കിൽ മീഡിയാസ് ഇതുപോലല്ല, പക്ഷെ ഒരു ആണിനെതിരെ ആണെങ്കിൽ തോക്ക് ചൂണ്ടുന്ന പോലെയാണ് ഇങ്ങനെ വന്നിട്ട് മീഡിയാസ് നിൽക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയണ്ട. പിന്നെ കോടതി കുറ്റവാളിയാണെന്ന് വിധിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ മീഡിയാസ് കുറ്റവാളിയാണ് എന്ന്, പ്രതി ഇന്ന ആളാണ്, ഇയാളാണ് കുറ്റവാളി എന്ന് പറഞ്ഞാൽ അവന്റെ ജീവചരിത്രം മൊത്തം പറയുന്ന രീതിയിൽ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ആൻഡ് ഇതേ ഫെനിയുടെ വീട്ടിലോട്ട് പോയിട്ടുള്ള പോലീസുകാർ പോയിട്ടുള്ള കുറെ പേടിപ്പിക്കുക അങ്ങനെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. രാവിലെ മറുനാടൻ മലയാളി പുള്ളി വിളിച്ച് സംസാരിക്കുമ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിനകത്തിൽ ഇങ്ങനൊരു വ്യക്തി വന്ന് പറയണം നിരന്തരമായിട്ട് അയാൾക്കെതിരെ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്, അയാളെ വലിച്ച് താഴെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ആര് പറയുന്നതാണ് സത്യം? ഇനി മറ്റൊരു സാധനം കൂടെ വന്നിട്ടുണ്ട്, ഒരു 17-കാരിയുടെ ഒരു കേസ്. ഇതിനെക്കുറിച്ച് മുമ്പ് ഞാൻ മറ്റൊരാൾ വഴി അറിഞ്ഞിരുന്നു പുള്ളിക്കെതിരെ ഒരു പി കേസും കൂടെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞത് ഈ ഒരു കോണ്ടസ്റ്റിൽ, നോട്ട് ദ പോയിന്റ്, ഈ ഒരു കോണ്ടസ്റ്റിൽ മാത്രം രണ്ടുപേരും ബ്ലെയിം ചെയ്യപ്പെടേണ്ടുന്ന ആളാണ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് ഇനി മറുനാടൻ മലയാളിയിൽ വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം എനിക്കൊരു സന്ദേശം അയച്ചു. ആ സന്ദേശത്തിൽ ആളുകളെ തിരിച്ചറിയുന്ന ഭാഗങ്ങൾ മാറ്റി വായിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. അദ്ദേഹത്തിന് അനുമതി കിട്ടാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. രാഹുൽ വിഷയത്തിൽ ചേട്ടൻ സ്വീകരിച്ച നിലപാടിൽ തിരുത്തൽ വേണ്ടിവരും എന്ന് ചിന്തിച്ചു. കഴിഞ്ഞ വീഡിയോ ഏറെക്കുറെ അതായിരുന്നു. രാഹുലിനെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത വൈകൃത മനോരോഗത്തിന് അടിമയാണ് അയാൾ. 17 വയസ്സുള്ള ഒരു കുട്ടി ഡിപ്രഷനിലാണ്. എന്നോട് നേരിട്ട് ഇവന്റെ പരിപാടികൾ 1.5 വർഷം മുമ്പ് പറഞ്ഞ സിനിമാ നടിമാരുണ്ട്. എല്ലാവരോടും വിവാഹം എന്നാണ് റൂട്ട്. പിന്നെ അദ്ദേഹം ഒരു ചാനലിന്റെ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവാദമായിരിക്കുന്ന ചാനലല്ല, ഒരു മാധ്യമ പ്രവർത്തകരുടെ ഗർഭക്കേസാണ് 4 മാസം മുൻപ് നമുക്കിടയിൽ വന്നത്. ഇദ്ദേഹം പറയുന്നത് അന്ന് പുറത്തു വന്നത് വേറൊരു പെൺകുട്ടിയുടേതാണ്, അവർ പരാതിപ്പെട്ടിട്ടില്ല എന്നാണ്. KSUവിലും യൂത്ത് കോൺഗ്രസിലെയും പെൺകുട്ടികൾ നാണക്കേട് കാരണം അല്ലെങ്കിൽ ഭയം കാരണം മിണ്ടാതിരിക്കുകയാണ്. കാരണമായ രീതിയിലുള്ള ആക്ഷേപമാണല്ലോ പരാതിപ്പെട്ട പെൺകുട്ടികൾക്കേണ്ടി വരുന്നത്. രാഹുലിനെ അനുകൂലിച്ച് സംസാരിച്ചാൽ പണം നൽകാമെന്ന് പറഞ്ഞ് വിദേശത്ത് നിന്നും എന്റെ മാനേജരെ ബന്ധപ്പെട്ടവരുണ്ട്. വയനാട് ഫണ്ട് മുക്കി വിദേശയാത്രയിൽ കോടികൾ പിരിച്ചു. പിണറായി വിജയനെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് ഈ മനോരോഗിയെ ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം ഒരു പേര് പറയുന്നുണ്ട്, ആ പേര് ഞാൻ മായ്ക്കുകയാണ്. നേതാവിന്റെ പേര് പറഞ്ഞിട്ട് പറയുന്നു മകളും ഇവന്റെ ഇരയാണ്. സഹിക്കാൻ കഴിയാത്തത് ഇവന്റെ ന്യായീകരണവും ഉളുപ്പില്ലാതെയുള്ള മുന്നോട്ട് പോക്കുമാണ്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കൽ, സോഷ്യൽ മീഡിയ വഴി എതിർക്കുന്നവരെ പ്ലാൻ ചെയ്ത് ആക്രമിക്കൽ ഈ പാർട്ടിയെ ഇവൻ തീർക്കും. അറിയപ്പെടുന്ന ഒരു വ്യക്തി നൽകിയ ഒരു കുറിപ്പാണ്. അദ്ദേഹത്തിന്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നാവും ഇത് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം അഭിപ്രായങ്ങൾ നേരത്തെയും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെ. അന്നൊക്കെ ഞാൻ എടുത്ത ഒരു നിലപാട് പരാതി വരട്ടെ, തെളിവുകൾ വരട്ടെ എന്നതായിരുന്നു. ഇതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആൻഡ് ഈ വിഷയങ്ങളൊക്കെ സത്യമാണെങ്കിൽ, ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന വിഷയങ്ങളും സത്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെളിയിക്കപ്പെടണം, കൃത്യമായിട്ടുള്ളൊരു നടപടി ഉണ്ടാവണം. രാഹുൽ മാങ്കൂട്ടത്തിന് അകത്ത് പോകേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണെങ്കിൽ അത് പോവുക തന്നെ വേണം. ആൻഡ് ഇങ്ങനെ വന്ന് പറയുന്ന ആൾക്കാരുടെ കൂടൊപ്പം തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടൊരു പിന്തുണയൊക്കെ നമ്മൾ നൽകുന്നതായിരിക്കും. എന്നാൽ കഴിഞ്ഞ ആ ഒരു കോൺടസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം കല്യാണം കഴിഞ്ഞ ഒരു ലേഡി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവരുടെ സ്വഭാവശുദ്ധിയെ പോലും നമ്മൾക്ക് അത്രയും ഇതായിട്ട് നമ്മൾ ചോദ്യം ചെയ്യാനെ കൊണ്ട് കാരണമാവുന്നത് എന്താണ്? 2 പേർ ചേർന്ന് ഒരു തെറ്റ് ചെയ്തിട്ട് ഒരാളുടെ തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരാളെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ഇവിടുത്തെ മീഡിയാസ് പോർട്രേ ചെയ്ത് കാണിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കരമായിട്ട് ഫേക്ക് ന്യൂസുകൾ പടച്ചു പിടിക്കുകയും അതിൻ്റെ ഒപ്പം ആ ഒരു ലേഡിയുടെ ഐഡന്റിറ്റി റിവീൽ ആവുന്ന രീതിയിൽ അവരുടെ വോയിസ് ക്ലിപ്പുകൾ പുറത്ത് പിടിക്കുകയും എന്നാൽ ഒരു AI ഫോട്ടോ വെച്ചതുകൊണ്ട് തന്നെ ആ ഒരു ലേഡിക്കെതിരെ സംസാരിച്ചു, അപ്പം ഇവരും ചെയ്തേക്കുന്ന തെറ്റല്ലേ എന്ന് പറയുമ്പോൾ അയാളെ പിടിച്ച് ഉള്ളേ തള്ളുക എന്ന് പറയുന്ന ആ ഒരു പരിപാടി എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുന്നത്? എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ടുള്ളൊരു കാര്യമാവുന്നത്? ആൻഡ് ഇവിടുത്തെ ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കമ്മ്യൂണിസം എന്താണെന്ന് അറിയാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഈ ഒരു നാട്ടിൽ ഇതല്ല, ഇതിനപ്പുറം നടക്കും. ഓക്കെ, ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അടുപ്പിച്ച് ഭരിക്കാനെ കൊണ്ടുള്ളൊരു അവസരം കൊടുക്കരുത്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും എൻ്റെ പ്രായം ചെറുതാണ്, എൻ്റെ അറിവ് ചെറുതാണ്, ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പക്വതക്കുറവ് ഞാൻ ഈ പറയുന്ന കാര്യത്തിലുണ്ടായിരിക്കും. ബട്ട് എനിക്ക് ഈ ഒരു കാലയളവിൽ തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ്, കണ്ടിന്യൂസ് ആയിട്ടൊരു 5 വർഷം ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നത് ഓക്കെ, അവർ അടിപൊളിയായിട്ട് ചെയ്യുമായിരിക്കും. ആൻഡ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ 5 വർഷത്തിലോട്ട് വരുമ്പോഴത്തേക്കിന് അതേ അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫെനി പുള്ളിയുടെ ആ ഒരു കേസിൽ പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഓടിച്ചിട്ടില്ല, അങ്ങനെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കെതിരെ നടപടി എടുത്തോളൂ, എനിക്കാരും വോട്ട് ചെയ്യേണ്ട എന്നൊക്കെ പുള്ളി അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടുന്നത്?
അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമലയിലെ വിഷയം അത് താന്നുപോയി, അത് ഇപ്പം പോയി, അതിപ്പം ചർച്ചയിലേ ഇല്ല. ഒരു ചാനൽ അതിനെപ്പറ്റിയിട്ട് വലിയ ഈ പറയുന്ന അന്തിചർച്ചകളൊന്നും ഇല്ല. ഇപ്പം ഫുള്ള് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിലോട്ട് തന്നെ പോയി. അപ്പൊ ആ സാധനം മുങ്ങിപ്പോയി. അപ്പൊ അതായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത്. എന്താണെങ്കിൽ മീഡിയാസിന് കൃത്യമായിട്ടൊരു കൊട്ട് ഇപ്പം ഈ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. പാലക്കാട് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം തേടുന്നതിനിടെയാണ് ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമങ്ങൾക്കു നേരെ തിരിഞ്ഞത്. ഇനി എന്തിനാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ മീഡിയാസിന് നേരെ ഇതുപോലെ അക്രമം അഴിച്ചു വിട്ടത് എന്നുള്ളത് കൂടെ നമുക്കറിയേണ്ടത്. നമുക്കൊന്ന് കേൾക്കാം. രമേശ് ചെന്നിത്തല ഓരോ ചോദ്യങ്ങളോടും മറുപടി പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിനിടയിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ പെട്ടെന്ന് കയറി വന്നത്, ക്യാമറയ്ക്ക് മുന്നിലൊക്കെ നിന്നത്, വളരെ ബഹളം ഉണ്ടാക്കിയതൊക്കെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സമയത്ത് വെച്ച് ആ പ്രതികരണം ഇടയ്ക്ക് വെച്ച് അദ്ദേഹം പോവുകയാണ്. ഈ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഒരു രമേശ് ചെന്നിത്തല എന്ന അവസാനം അല്പം മാറി നിൽക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. അതിനുശേഷം പെട്ടെന്ന് ഈ പ്രവർത്തകർ നമ്മുടെ മാധ്യമങ്ങളുടെ മേത്ത് വരികയും നിങ്ങളിത് ആരാണ് ചോദിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും തള്ളുകയും മുണ്ടുകയൊക്കെയാണ് ചെയ്തത്. ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുമ്പോൾ തന്നെ പേടിയാകുന്നൊരു സ്ഥിതിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു വിറ പൂളുന്ന ഒരു സമീപനമാണുള്ളത്. അവർ അപ്പോൾ തന്നെ ആ ചോദ്യം ചോദിക്കുന്ന നമ്മളെയാണ് അവർ കുറ്റം ചെയ്യുന്നത്, കയ്യേറ്റം ചെയ്യുന്നത്. മറിച്ച് MLA ചെയ്തതിനോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച കാര്യങ്ങൾക്കൊന്നും തന്നെ അവർ അന്വേഷിക്കുകയോ അതിനെ എന്താണെന്ന് പോലും അവർ ഒരു സമീപനം എടുക്കുന്നില്ല. മറിച്ച് ഈ ചോദ്യം ചോദിക്കുന്ന നമ്മളെയാണ് അവർ കുറ്റക്കാരായി കാണുന്നതും നമ്മുടെ മേൽ കയ്യേറ്റം ചെയ്യുന്നതൊക്കെ തന്നെ. ഇന്നിപ്പോ കോൺഗ്രസ് പ്രവർത്തകരാണ് നിങ്ങളുടെ മേറ്റിൽ കയ്യേറ്റം ചെയ്തെന്നുണ്ടെങ്കിൽ നാളെ പൊതുജനങ്ങൾ നിങ്ങളുടെ മേലെ കയ്യേറ്റം ചെയ്യും. കാരണം മറ്റൊന്നുമില്ല, ഈ ഒരു വിഷയം നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ TRP കൂട്ടാൻ എന്തും ആയിക്കോട്ടെ, ഇതിനിടയ്ക്ക് കുറേ പച്ച കള്ളങ്ങൾ പടച്ചു വിട്ടുന്ന ഈ തോന്നിയാസങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ഇനി മുന്നോട്ട് തുടർന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ വന്നിട്ട് തന്നെ ആയിരിക്കും ഇനി നിങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ പൊതുസമൂഹത്തോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ വന്ന് നിങ്ങളെ പിടിച്ച് മേയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈവൻ ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ രാജ്യത്തിലെ അത്രയും വലിയൊരു കാര്യം നടന്ന ആ ഒരു ടൈമിൽ പോലും ഇവിടുത്തെ ഞാൻ പേരെടുത്ത് പറയാം, റിപ്പോർട്ടർ ചാനൽ ലൈവിൽ TV തെറ്റായിട്ടുള്ള വാർത്തകൾ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് യൂട്യൂബിൽ ആ സാധനം ഇട്ടിട്ടില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാം സംഭവം പാളിച്ച പറ്റി പോയേക്കുന്നത് എന്നുള്ളത്. ആൻഡ് യൂട്യൂബിൽ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതൊന്നും തെറ്റുകളില്ലാത്ത വാർത്തകൾ മാത്രമേ അവർ യൂട്യൂബിൽ പിന്നീട് കൊണ്ടുണ്ടായിരുന്നത്. ലൈവിനകത്ത് TV കണ്ടുകൊണ്ടിരുന്ന നമുക്കറിയാം ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ ആണെങ്കിൽ ഓക്കെ ഇത്ര പേര്, അതൊക്കെ ഭയങ്കര ആഘോഷമാണ്, സെലിബ്രിറ്റിയാണ്. ഓരോ ആൾക്കാരെ മരണ വാർത്തയൊക്കെ അറിയുമ്പോൾ ഇവിടെ ഭയങ്കര സെലിബ്രേഷനാണ് ഇവിടുത്തെ റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ അതുപോലുള്ള പല കള്ള വാർത്തകളെ പടച്ചിടുന്ന ഓരോ ചാനൽസ് ആണെങ്കിൽ കൂടി. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾ ഒരു വിഷയത്തിൽ വരുമ്പോഴത്തേക്കിന് നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ പറയുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ വിവരങ്ങൾ അറിയുന്നത്. എന്നാൽ നമുക്ക് തരുന്ന കാര്യങ്ങൾ പച്ച കള്ളമായിട്ട് മാറുമ്പോൾ അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുന്നതാണ് ചെയ്യുക. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.